ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇത്രയധികം ആളുകളെ ഒരുമിച്ച് അവരുടെ സത്യപ്രതിജ്ഞ അസാധുവായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന്. ഇതിപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. കാരണം ഒരു ചെറിയ കൗൺസിലർ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സംസ്ഥാന തലത്തിൽ വാർത്തയാകുന്ന ഒരു പ്ലേസാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് BJP ഇതേപോലെ ഒരു മണ്ടത്തരം കാണിച്ചേക്കുന്നത്. ഏകദേശം 4 ആഴ്ചത്തെ സമയം ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഈ 4 ആഴ്ചയ്ക്കുള്ളിൽ മാത്രം അവർ സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും ചുമതലയേറ്റാൽ മതി. അപ്പോൾ അതുവരെ ഇവർ കൗൺസിൽ ചേരാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോഴൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ സുഗതൻ എന്ന് പറയുന്ന ആൾ ജയിലിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞയ്ക്ക് വരാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കാപ്പ കേസിലാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ കാപ്പ കേസിൽ ജയിലിൽ അടച്ചേക്കുന്ന ഒരു കക്ഷിക്ക് ജയിലിൽ നിന്ന് വന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതിന് ചില സംശയങ്ങളുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് VK നിഷാദ് CPM-ന്റെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന ഭാരവാഹികൾക്കൊക്കെ ഒരു സാമാന്യ ബോധമുണ്ടെങ്കിൽ തൻ്റെ കൗൺസിലർമാരോട് പറഞ്ഞു കൊടുക്കില്ലേ, ഒന്നെങ്കിൽ അത് ഈശ്വരനാമത്തിലോ ദൃഢപ്രതിജ്ഞ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്? പാർട്ടിയുടെയാണ്. നമസ്കാരം. കൂനിന്മേൽ കുരു എന്ന അവസ്ഥയിലാണ് തിരുവനന്തപുരത്തെ BJP. ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് 20 കൗൺസിലർമാരെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ഓൾറെഡി ഒരാൾ ജയിലിലാണ്. ഈ ജയിലിൽ കിടക്കുന്ന കൗൺസിലർ സുഗതൻ അടക്കം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട അവസ്ഥയാണ്. അവിടെ ഒരു തൂക്ക് ഭരണമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. CPM-ഉം കോൺഗ്രസും ഒന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, വിദൂര സാധ്യതയാണ് എങ്കിൽ പോലും അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ BJP-ക്ക് അവിടെ ഭരണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമോ? സാധ്യത കുറവാണ്. ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടൊരു കാര്യമുണ്ട്. നമുക്ക് സണ്ണി ജോസഫിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ ഈ ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു ചന്ദ്രത്തെ വെച്ചിട്ട് ഇങ്ങനെ പൂജ ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ഷൂട്ട് മുമ്പോട്ട് പോകണമല്ലോ. ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻവെർട്ടറേ ഉള്ളൂ, നമുക്ക് ജനറേറ്ററൊക്കെ മേടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പോൾ അത് ആദ്യം പ്രാർത്ഥിക്കേണ്ട അതാണ്. എന്ത് ചെയ്യാൻ പറ്റും? അല്ല, പോവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് ഇപ്പോൾ 19 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് വീണ്ടും അവരോട് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഏകദേശം 4 ആഴ്ചത്തെ സമയം ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഈ 4 ആഴ്ചയ്ക്കുള്ളിൽ മാത്രം അവർ സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും ചുമതലയേറ്റാൽ മതി. അപ്പോൾ അതുവരെ ഇവർ കൗൺസിൽ ചേരാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ ഈ കൗൺസിൽ ഇതിനിടയിൽ ചേരേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ കൗൺസിൽ യോഗത്തിൽ വെച്ചിട്ട് തന്നെ ഇവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോഴൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ സുഗതൻ എന്ന് പറയുന്ന ആൾ ജയിലിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞയ്ക്ക് വരാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കാപ്പ കേസിലാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ കാപ്പ കേസിൽ ജയിലിൽ അടച്ചേക്കുന്ന ഒരു കക്ഷിക്ക് ജയിലിൽ നിന്ന് വന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതിന് ചില സംശയങ്ങളുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് VK നിഷാദ് CPM-ന്റെ കൗൺസിലറായിരുന്നു. അദ്ദേഹം പയ്യന്നൂർ മുനിസിപ്പാലിറ്റി കൗൺസിലറായിരുന്നു. അദ്ദേഹത്തെ ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കടന്നുകൊണ്ട് തന്നെ മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം ലഭിച്ചിട്ടില്ല. കാരണം 20 വർഷത്തെ എന്തോ ശിക്ഷയാണ് അദ്ദേഹത്തിന് വിധിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഗതൻ എന്ന് പറയുന്ന BJP-യുടെ ആരാധ്യ പുരുഷന് ജയിലിൽ നിന്നെത്തി സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം പരിശോധിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൗൺസിലർമാർക്ക് വിവരമില്ലെന്ന് വയ്ക്കാം, പക്ഷേ BJP എന്ന് പറയുന്നത് ഒരു പാർട്ടിയല്ലേ? ഈ BJP എന്നൊരു പറയുന്നൊരു പാർട്ടി ആകുമ്പോഴത്തേക്ക് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന ഭാരവാഹികൾക്കൊക്കെ ഒരു സാമാന്യ ബോധമുണ്ടെങ്കിൽ തൻ്റെ കൗൺസിലർമാരോട് പറഞ്ഞു കൊടുക്കില്ലേ, ഒന്നെങ്കിൽ അത് ഈശ്വരനാമത്തിലോ ദൃഢപ്രതിജ്ഞ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്? പാർട്ടിയുടെയാണ്. പാർട്ടിയുടെ ലേബലിൽ മത്സരിച്ച് വിജയിച്ചിരിക്കുന്ന ആളുകളെ സത്യപ്രതിജ്ഞയ്ക്ക് തന്നെ മുമ്പ് തന്നെ വിളിച്ചിരുത്തി ക്ലാസ് എടുത്തിട്ട് ഇതാണ് കൗൺസിലറിലെ നിയമ നടപടിക്രമങ്ങൾ എന്ന് വിശദീകരിച്ചു കൊടുക്കണ്ടേ? കഴിഞ്ഞ പ്രാവശ്യവും BJP കൗൺസിലർമാർ ഈ കൗൺസിൽ ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ ആ ഒരു സീനിയോറിറ്റിയും എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് അതിനകത്ത് നിന്ന് തോറ്റതാണെങ്കിലും ജയിച്ചതാണെങ്കിലും കഴിഞ്ഞ കൗൺസിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടതല്ലേ? അങ്ങനെ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് BJP-യുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്. ഈ ഭരണപരിചയക്കുറവ് ഒരു വലിയ ഘടകമാണത്. അതിപ്പോൾ നമ്മൾ സംസ്ഥാന സർക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുതന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനകത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ആളുകൾ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഭരണമാറ്റം ആഗ്രഹിച്ച തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ആളുകൾക്ക് സത്യത്തിൽ ഇപ്പോൾ അവർ മൂക്കത്ത് കൈവച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? കാരണം ഒരു മേയർ VV രാജേഷ്, നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് മിടുക്കനായിട്ടുള്ള ഒരു മേയറായിരിക്കും, ചെറുപ്പക്കാരനാണ്, അപ്പോൾ തന്നെ മിടുക്കനായിട്ടുള്ളൊരു മേയറായിരിക്കും അദ്ദേഹം എന്നാണ് കരുതിയത്. എന്നാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ റോഡുകൾ മുഴുവൻ വെള്ളക്കെട്ടായി മാറി. ഈ വെള്ളക്കെട്ടായി മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം നടത്തിയ പ്രസ്താവന എന്താണ്? ഇത് ഞങ്ങളുടെ മുനിസിപ്പൽ കോർപ്പറേഷനകത്തു നിന്ന് വരുന്ന
ജലമല്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ വെള്ളക്കെട്ടല്ല എന്ന് പറയേണ്ട ഒരു ഗതികേട് എന്നാണ് ആ പദത്തിന് ഉപയോഗിക്കേണ്ടി വരും. ഗതികേട് അദ്ദേഹത്തിനുണ്ടായില്ലേ? എന്തൊക്കെയാണിത്? അല്ല, BJPയെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര വിജയമായിരുന്നു. അതിന്റെ എല്ലാ പകിട്ടും ഒരു നാണക്കേട് പോലെ അവസ്ഥയിലേക്ക് എളുപ്പത്തിക്കുന്നത്. അവർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം. തീർച്ചയായിട്ടും. ഞാൻ ഇവിടെ ആറ്റുകാലമ്മച്ചി, ഈ ആറ്റുകാലമ്മച്ചി എന്നുള്ള ഒരു ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജഗതി ശ്രീകുമാറിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ആറ്റുകാലമ്മ എന്ന് പറയുന്നത് വലിയ ഒരു എല്ലാവരുടെയും ഒരുപാട് ആരാധന ഒരു ഇതാണ്. അതിനൊന്നും നമ്മൾ വിമർശിക്കാറില്ല. പക്ഷേ ഈ ആറ്റുകാലമ്മച്ചി ഫേമസ് ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസികൾക്കൊക്കെ എന്നതിനപ്പുറത്തേക്ക് എൻ്റെ ആറ്റുകാലമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ജഗതി ശ്രീകുമാറിൻ്റെ ഒരു ഡയലോഗുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ്. അതുകൂടാണ്ട് തന്നെ പത്മനാഭസ്വാമിയുടെ പേരിൽ, അതുകൂടാതെ പിന്നെ പ്രാദേശിക പേരുകളിലാണല്ലോ ഒരുപാട് പ്രാദേശിക പേരുകൾ ഉപയോഗിച്ച് ആറ്റുകാലമ്മച്ചിയുടെ ഉണ്ട്. അതോടെ പിന്നെ എന്തോ കാളിയുടെ ഒക്കെ പേരിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ല എന്നുള്ള ആദ്യ പാർലമെന്ററി കാര്യങ്ങൾ BJP ഇവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതായിരുന്നു. അതായത് ഡെപ്യൂട്ടി മേയറുടെ പോലും സത്യപ്രതിജ്ഞ അസാധുവായി എന്ന് പറയുമ്പോഴത്തേക്കും ആലോചിച്ച് നോക്കി. ഡെപ്യൂട്ടി മേയർ സ്ഥിരം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ റീൽസ് ഇട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. കാരണം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതിന് റീൽസ് ഇടും. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഏതെങ്കിലും മാർക്കറ്റ് സന്ദർശിക്കാൻ പോയി കഴിഞ്ഞാൽ അത് റീൽസ് എടുത്തിടും. ഇടിന്ന് ഒപ്പിടുന്നത് റീൽസ് ഇടും. ഇങ്ങനെ റീൽസ് താരമാണ് ഈ ആശാജിനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ ആശാജിനാഥിനെയൊക്കെ സംബന്ധിച്ചിട്ട് ഈ നമ്മൾ വിചാരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു അറിവും വിവരവും ഒക്കെയുള്ള ആളാണ്. അവരുടെ അറിവും വിവരവും അല്ലെങ്കിൽ ഭരണഘടനയെക്കുറിച്ചൊക്കെയുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് നിയമങ്ങളെക്കുറിച്ചൊക്കെയുള്ള അറിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം അവരുടെ ഈ സത്യപ്രതിജ്ഞയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നില്ലേ. ഇത് മൊത്തത്തിൽ BJPക്ക് മാത്രമല്ലല്ലോ നാണക്കേട്, ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് നാണക്കേടല്ലേ. BJP വിട്ടേക്ക്, ബേസിക്കലി ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് നാണക്കേടല്ലേ. ഇത് കേരളം സാക്ഷരമാണ്, 100% സാക്ഷരത നേടിയ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നു. സത്യപ്രതിജ്ഞയുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇത്രയധികം ആളുകളെ ഒരുമിച്ച് അവരുടെ സത്യപ്രതിജ്ഞ അസാധുവായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന്. ഇതിന് റിഹേഴ്സൽ വരെ എടുത്തിരുന്നു കേട്ടെ. അല്ല, ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, അതിന്റെ റീൽസ് വേണമെങ്കിൽ തപ്പിയാൽ കിട്ടുമായിരിക്കും. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ശ്രീലേഖ IPS എങ്ങനെയാണ് പക്ഷെ അവർ ഈശ്വരനാമത്തിലാണ് സത്യപ്രതിജ്ഞ എടുത്തേക്കുന്നത്. അവരേതൊക്കെയാലും ആറ്റുകാലമ്മച്ചിയുടെ പേരിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മളുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പേരിലോ ഒന്നും എടുത്തേക്കുന്നത്. അറ്റ്ലീസ്റ്റ് പ്രോട്ടോകോൾ അറിയാമായിരിക്കാം. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ക്രിസ്ത്യാനി സത്യപ്രതിജ്ഞ ചെയ്ത് എൻ്റെ യോസേഫ് പുണ്യാള, എൻ്റെ പരിശുദ്ധ കന്യാമറിയമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റേ മുസ്ലിംസ് ആയിട്ടുള്ള കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ചെയ്തെങ്കിൽ അവരുടെ ഓരോ പുണ്യനാടുകളുടെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അവരൊന്നെങ്കിൽ ഈശ്വരനാമത്തിൽ അങ്ങനെയല്ല സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ. ഇത് രണ്ടുമല്ലാതെ ഇവരിതിനെ മറ്റേ അവരുടെ ഇഷ്ടദൈവങ്ങളെ, ആൾ ദൈവങ്ങളെ വരെ വിളിച്ച് ഇവർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താ പറയുക, ഭരണഘടനയുടെ അറിവില്ലായ്മയായിട്ട് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. അതൊക്കെ കുറച്ച് അഹങ്കാരം കൂടിയാണ്. അല്പനർത്ഥം കിട്ടുമ്പോഴത്തേക്ക് അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്നൊക്കെ നമ്മൾക്കൊരു പഴമൊഴിയുണ്ട്. ആ പഴമൊഴി പോലെ തന്നെ ഇതിപ്പോൾ സത്യമായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഗ്ലോബലി ഇരിക്കുന്ന മലയാളികൾ ഈ വാർത്ത ഏതെങ്കിലും വിദേശികളൊക്കെ കാണുവാണെങ്കിൽ ഇത് BBC വരെ ഒരു പക്ഷേ ഈ വാർത്ത എടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം കേരളം 100% സാക്ഷരത ഉള്ള നാടാണെന്നാണ് ഗ്ലോബലി അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് VD സതീശനൊക്കെ എനിക്ക് അങ്ങനെ തല ഉയർത്തി നിൽക്കും. കാരണം വിദേശത്തു നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ വന്ന് പഠിക്കാൻ, കേരളത്തിൽ വന്ന് പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനകത്ത് 20 ആളുകളുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ മൊത്തത്തിലുള്ള മലയാളികളെ അപമാനിച്ച് കളഞ്ഞില്ലേ? മൊത്തത്തിലുള്ള മലയാളികളെ. പാർട്ടി സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഒരു ഓഫീസ് പണിത് വെച്ചതുകൊണ്ടായില്ല. ഈ മാരാർജി ഭവനിൽ മുഖ്യമന്ത്രിക്ക് ഓഫീസ് ഉണ്ട്, അതറിയോ? മുഖ്യമന്ത്രിക്ക് ഓഫീസുണ്ട് മാരാർജി ഭവനിൽ. ഒരുപക്ഷെ സാധ്യമായേക്കാം, 1-2 വട്ടം കഴിയുമ്പോഴത്തേക്ക് അത് സാധ്യമായേക്കാം. അതിനൊന്നും നമ്മൾ വിമർശിക്കുന്നില്ല. എന്നാൽ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കായിട്ട് ഇപ്പോൾ പഞ്ചായത്തിലേക്ക് ജയിച്ചു വരുന്ന ആളുകൾക്ക് പഞ്ചായത്ത് തലത്തിലുള്ള കമ്മിറ്റികൾ അവർക്ക് എന്താണ് പഞ്ചായത്ത് രാജ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കില്ലേ? ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. കാരണം ഒരു ചെറിയ കൗൺസിലർ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സംസ്ഥാന തലത്തിൽ വാർത്തയാകുന്ന ഒരു പ്ലേസാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് BJP ഇതേപോലെ ഒരു മണ്ടത്തരം കാണിച്ചിരിക്കുന്നത്. കാരണം ഈ ഇടത് സൈബറിടങ്ങളിലൊക്കെ സംഘികളുടെ തലയിൽ ചാണകമാണ് എന്നുള്ളൊരു ഡയലോഗ് വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ആ ഒരു അവസ്ഥയായിരിക്കും ഇന്നത്തെ സൈബറിടങ്ങൾക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റിംഗ് കാണും. കാരണം നമുക്കറിയാം ഇതിന് മുന്നത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന്. അത് മറികടന്നിട്ടാണ് BJP വന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് കിട്ടാൻ നോക്കിയിരിക്കുകയായിരിക്കും. അല്ല, തീർച്ചയായിട്ടും ആര്യ രാജേന്ദ്രനെ ഇവർ ട്രോളി കൊന്നിട്ടുണ്ടല്ലോ BJPയും UDF ഉൾപ്പെടെയുള്ള ആളുകൾ. അതുകൂടാണ്ട് ഒരുപാട് ഓവറായിട്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് ചില ധാർഷ്ട്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ വയ്യ. അത് ആ ഒരു പ്രായത്തിൻ്റെ ഒരു പക്വതക്കുറവായിട്ട് നമ്മൾക്ക് കാണാം. എങ്കിലും അവർ കാര്യങ്ങൾ ചെയ്തിരുന്നു.
അവർക്ക് ധാർഷ്ട്യമുണ്ടായിരുന്നു എങ്കിൽ തന്നെയും അവർ കാര്യങ്ങൾ ചെയ്തിരുന്നു. അത് മറ്റൊരു വസ്തുതയാണ്, അത് നമ്മൾ കാണാതെ പോകരുത്. ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നാദനില്ല കളരിയായിട്ട് മാറിയിട്ടുണ്ട്. ഈ CPM-ഉം കോൺഗ്രസും ഒന്നിച്ചേർന്നൊരു അവിശ്വാസ പ്രമേയത്തിനുള്ള സാധ്യതകളുണ്ടോ? അവിശ്വാസ പ്രമേയത്തിന് ഒരുപക്ഷെ ഇപ്പോൾ കോൺഗ്രസ് നോട്ടീസ് നൽകി കഴിഞ്ഞാൽ ആ അവിശ്വാസത്തെ പിന്തുണയ്ക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, അത് പിന്തുണയ്ക്കാം. കാരണം എന്നാലും അത് അന്നേരം അത്ര എത്തത്തില്ലല്ലോ. കാരണം പുറത്ത് ഇത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അല്ല, അതങ്ങനല്ല. കാരണം അത് പ്രാദേശികമായിട്ടുള്ളൊരു കൂട്ടുകെട്ട് എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ CPM-നും കോൺഗ്രസിനും കൂടി നിൽക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ CPM കൊണ്ടുവരുന്നതിന് കോൺഗ്രസിന് പിന്തുണയ്ക്കാമാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം CPM ഒരു അവിശ്വാസം കൊണ്ടുവരുന്നു, അതിനെ കോൺഗ്രസിന് പിന്തുണയ്ക്കാം. അത് കോൺഗ്രസ് വെട്ടിൽ വീഴുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് വിട്ടു നിന്ന് കഴിഞ്ഞാൽ അത് BJP-യെ സഹായിക്കാനാണെന്ന് പറയും. അപ്പോൾ തീർച്ചയായിട്ടും ഏത് LDF കൊണ്ടുവന്നാലും UDF കൊണ്ടുവന്നാലും ഇപ്പോൾ UDF കൊണ്ടുവരുന്നതിനെ പിന്തുണയ്ക്കാതിരിക്കുകയാണ് LDF എന്ന് വിചാരിക്കുക, അപ്പോഴും സെയിം ആരോപണം വരും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവിശ്വാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പാസ്സാവുക തന്നെ ചെയ്യും. അങ്ങനെ പാസ്സാവുന്ന സമയത്തും ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സ്വതന്ത്രൻ ഉൾപ്പെടെ 50 പേരുടെ പിന്തുണയല്ലേ ഇവർക്കുള്ളത്, 50 പേരുടെ പിന്തുണയല്ലോ. അപ്പോൾ ഒരാൾ കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ശരിയാണ്, അവിശ്വാസം വേണമെങ്കിൽ 50 പേരും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്സാകാനുള്ള സാധ്യതകൾ തലകളയാൻ പറ്റത്തില്ല. അതുപോലെ ഇപ്പം നിലവിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ ആരും പരിശോധിക്കുന്നില്ല. അപ്പം അപ്പോഴും വേറൊരു പ്രശ്നമുണ്ടത്. കാരണം ഇപ്പോൾ അവിശ്വാസം കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക, അവിശ്വാസം കൊണ്ടുവന്നതിന് ശേഷം ഇത് ഒരു വോട്ടിനെങ്ങാനും താഴേക്ക് പോകുന്നു. ഇപ്പോൾ ഈ LDF UDF കൂടെ ചേർന്ന് ഇത് ചെയ്തു. അപ്പോൾ ഒരു വേറൊരു പ്രശ്നം അവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും LDF-ന്റെ മേയർ ക്യാൻഡിഡേറ്റിനെ UDF-നെ പിന്തുണയ്ക്കാൻ പറ്റത്തില്ല, UDF-ന്റെ മേയർ ക്യാൻഡിഡേറ്റിനെ LDF-നെ പിന്തുണയ്ക്കാൻ വേണ്ടി സാധിക്കില്ല. അവിശ്വാസത്തെ പിന്തുണയ്ക്കുന്ന പോലെയല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, 3 സ്ഥാനാർത്ഥികളുണ്ടാവും. അങ്ങപ്പം 3 സ്ഥാനാർത്ഥികൾ വരുന്ന സമയത്ത് എന്താണ്, BJP തന്നെ വീണ്ടും മേയറെ കൊണ്ടുവരും. അപ്പോൾ ആ ഒരു സാധ്യത ഇല്ല. പിന്നെ മേയർക്കെതിരെ വരുന്ന അവിശ്വാസ പ്രമേയം എന്നുള്ളത് മേയറെ മാറ്റേണ്ടി വരും അപ്പോൾ BJP-ക്ക്. അപ്പോൾ മേയറെ കൊണ്ടുവരും. അല്ലെങ്കിൽ ഈ മേയർ തന്നെ വീണ്ടും മത്സരിച്ചാൽ ജയിച്ചു പോകും. 49 അംഗങ്ങളില്ലേ. കാരണം ബാക്കിയുള്ള അംഗങ്ങളല്ലേ ഈ കോൺഗ്രസിനും LDF-നോക്കും UDF-നൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു അവിശ്വാസ പ്രമേയത്തിന് നിൽക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. പിന്നെ ഈ സുഗതൻ്റെ ഇത് വളരെ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഈ സുഗതൻ ഓൾറെഡി ഇപ്പോൾ 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. ഇനി അടുത്ത കൗൺസിൽ യോഗത്തിൽ കൂടെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം അദ്ദേഹം ഇപ്പോഴും ജയിലിലാണ്, കാപ്പ കേസിലാണ് ജയിലിൽ. ഈ കാപ്പ കേസിൽ ഈ സുഗതൻ ജയിലിൽ കഴിയുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ പറഞ്ഞ കൗൺസിൽ യോഗം വിളിക്കാതെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്ര ദിവസം കൊണ്ടുപോകാൻ പറ്റും? സുഗതന് ഇപ്പോൾ ലോട്ടറി അടിച്ചേക്കല്ലേ, ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞ കഴിയണ്ടേ? ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞ കഴിയണം. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു സുഗതൻ അയോഗ്യനാക്കപ്പെട്ടാലും പിന്നെ എനിക്കൊന്നു 6 വർഷത്തേക്ക് മത്സരിക്കാൻ പറ്റത്തില്ല എന്നൊരു കാര്യം കൂടി അതിനകത്ത് ആപ്ലിക്കബിൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെയാണ് സുഗതൻ പോകുന്നതും BJP പോകുന്നതും എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും ഈ എറിയാൻ അറിയാത്തവൻ്റെ കയ്യിൽ കല്ല് കിട്ടിയൊരു അവസ്ഥയാണ് ഇപ്പോൾ BJP-യുടേത് എന്നാണ് എനിക്ക് തോന്നുന്നത്. BJP-യുടെ ദേശീയ നേതൃത്വം കുറച്ചുകൂടി അറിവും വിവരവും ബോധമൊക്കെയുള്ള ആളുകളെ സംസ്ഥാന നേതൃത്വത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ നമുക്ക് ഇവിടെ പറയാനുള്ളൂ. കാരണം ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് ഓരോ മലയാളിയെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ദേശീയ തലത്തിൽ മലയാളികൾ അപമാനിക്കപ്പെടുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ 19 മുനിസിപ്പൽ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അത് അസാധുവാക്കപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി എല്ലാവരും ഉൾക്കൊള്ളുക. എന്ത് പറയാൻ സാധിക്കും, ഇങ്ങനെ ആയിപ്പോയി, അത്ര തന്നെ.